ഈ പുട്ട് ബാക്കി വന്നാൽ എന്താ ചെയ്യാറ്? നമുക്ക് നല്ല പുട്ടുപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് പുട്ട് ബാക്കി വന്ന് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടിട്ട് വലിയ ഉള്ളി അരിഞ്ഞതാണ് അതും കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർക്കണം, അതേപോലെ ക്യാരറ്റ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ നല്ലൊരു കളറുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ള പുട്ടില്ലേ അതതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് റെഡിയായി കിട്ടാനായിട്ട് ഒരു തുള്ളി വെള്ളം, ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. എന്നിട്ട് തുറന്ന് നോക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പുട്ടുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.